സമാധാനത്തിന്റെ നടുവിലെ കത്തുന്ന ഓർമ്മകൾ. ഇറാഖിലെ ആകാശം അന്ന് നക്ഷത്രങ്ങളാലല്ല പ്രകാശിച്ചത്, മറിച്ച് വീണുടയുന്ന മിസൈലുകളുടെയും ബോംബുകളുടെയും ചുവന്ന തീനാളങ്ങളാലായിരുന്നു. ഭൂമി ഭയത്താൽ വിറച്ചുകൊണ്ടിരുന്ന ആ മണ്ണിലായിരുന്നു സമീർ എന്ന കുഞ്ഞുബാലന്റെ ജനനം. അവന് താരാട്ടുപാട്ടുകളേക്കാൾ പരിചിതം യുദ്ധവിമാനങ്ങളുടെ ഇരമ്പലായിരുന്നു. ഒരു അർദ്ധരാത്രി, ആകാശം പിളരുന്നതുപോലൊരു ശബ്ദം മുഴങ്ങി. വീടിന്റെ ചുവരുകൾ മണൽക്കോട്ടകൾ പോലെ തകർന്നു വീണു. പൊടിയും പുകയും മുറിയിലാകെ നിറഞ്ഞു. ഭയന്നുവിറച്ച സമീറിനെ അമ്മ തന്റെ നെഞ്ചോട് ചേർത്തു പിടിച്ചു. വിറക്കുന്ന ശബ്ദത്തിൽ അവൾ മന്ത്രിച്ചു, ഭയപ്പെടണ്ട മോനെ, പേടിക്കണ്ട, എല്ലാം ശരിയാകും. പക്ഷേ വിധി മറ്റൊന്നായിരുന്നു. അടുത്ത നിമിഷം വീടിന്റെ തൊട്ടടുത്ത് മറ്റൊരു ബോംബ് പതിച്ചു. പ്രകമ്പനത്തിൽ സമീർ തെറിച്ചുപോയി. നിലവിളികൾക്കും പുകപടലങ്ങൾക്കുമിടയിൽ അവൻ അമ്മയുടെ കൈകൾക്കായി പരതി. പക്ഷേ ആ തണുത്ത ഇരുട്ടിൽ അവന് ഒന്നും തൊടാനായില്ല. അമ്മേ! അവന്റെ ആ നിലവിളി ആ യുദ്ധഭൂമിയിലെ വെടിയൊച്ചകളിൽ അലിഞ്ഞുപോയി. അമ്മയുടെ ചൂടുള്ള സ്പർശം അവന് എന്നേക്കുമായി നഷ്ടപ്പെട്ടു. വർഷങ്ങൾ കടന്നുപോയി. സമീർ ഒരു അഭയാർത്ഥിയായി മറ്റൊരു രാജ്യത്തെത്തി. ഒരു ദിവസം സ്കൂളിൽ അധ്യാപകൻ ലോകസമാധാനത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു. ലോകത്തെ യുദ്ധങ്ങൾ ഇല്ലാതാക്കാനും സമാധാനം കൊണ്ടുവരാനും രൂപീകരിച്ച ഐക്യരാഷ്ട്രസഭയെക്കുറിച്ച് അദ്ദേഹം വാചാലനായി. ക്ലാസ് മുറിയിലെ നിശബ്ദത ഭേദിച്ചുകൊണ്ട് സമീർ എഴുന്നേറ്റ് നിന്നു. അവന്റെ കണ്ണുകളിൽ പഴയ ആ തീപിടിച്ച രാത്രിയുടെ നിഴലുണ്ടായിരുന്നു. അവൻ ചോദിച്ചു, സാർ, എന്റെ അമ്മ ബോംബ് വീണ് മരിക്കുമ്പോൾ ഈ പറഞ്ഞ സമാധാന സംഘടന എവിടെയായിരുന്നു? അധ്യാപകൻ സ്തബ്ധനായി. ക്ലാസ് മുറിയിൽ ഒരു ശ്മശാനമൂക പടർന്നു. ആ ചോദ്യത്തിന് മറുപടി നൽകാൻ ലോകത്തിലെ ഒരു പുസ്തകത്തിനും കഴിയില്ലായിരുന്നു. കാലം അവനെ ഒരു എഴുത്തുകാരനാക്കി. വാക്കുകൾ കൊണ്ട് മുറിവേറ്റവരുടെ ശബ്ദമായി അവൻ മാറി. ഒരിക്കൽ ലോകനേതാക്കൾ ഒത്തുകൂടുന്ന യുണൈറ്റഡ് നേഷൻസ് മന്ദിരത്തിന് മുന്നിൽ സമീർ നിന്നു. ആഡംബര വാഹനങ്ങളിൽ വന്നിറങ്ങുന്ന നേതാക്കളെ നോക്കി അവൻ തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ചെറിയ കടലാസ് ഉയർത്തിപ്പിടിച്ചു. അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു, ലോകനേതാക്കളെ, നിങ്ങൾ യുദ്ധം പ്രഖ്യാപിക്കുന്നത് ശീതീകരിച്ച മുറികളിലിരുന്നാണ്. നിങ്ങൾക്കത് കേവലം ഒരു രാഷ്ട്രീയ തീരുമാനമാണ്. പക്ഷേ ഞങ്ങൾക്ക് അത് അമ്മയുടെ കൈകൾ നഷ്ടപ്പെടുന്ന, ജീവിതം ചാരമാകുന്ന ഒരു കറുത്ത രാത്രിയാണ്. തിടുക്കത്തിൽ നടന്നുപോയ പല നേതാക്കളും ആ വരികൾ കണ്ട് ഒരു നിമിഷം നിന്നു. ചിലർ മുഖം തിരിച്ചുകളഞ്ഞു. കാരണം യുദ്ധം തുടങ്ങുന്നത് അധികാരത്തിന് വേണ്ടിയാണെങ്കിലും അതിന്റെ വില നൽകേണ്ടി വരുന്നത് സമീറിനെപ്പോലെയുള്ള നിരപരാധികളാണെന്ന സത്യം അവർക്ക് അഭിമുഖീകരിക്കാൻ കഴിയുമായിരുന്നില്ല.